കരുണാവാരിധിയായ പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കുവൈത്ത് KIG സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഹദീസ് സെമിനാർ എന്തുകൊണ്ടും വളരെ മഹത്തായ ഒരു ദൗത്യമാണ്. ഇതിൻ്റെ സംഘാടകരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. നമ്മുടെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യത്തിൽ വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ് ഹദീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ നിലപാടുകളെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നത്. പ്രത്യേകിച്ചും ഹദീസ് നിഷേധ പ്രവണത അത് വ്യാപകമാക്കാൻ തൽപരകക്ഷികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. അവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ തന്നെ നശിപ്പിക്കാൻ, ഇസ്ലാമിനെ തകർക്കാൻ നടത്തുന്ന ഗൂഢാലോചനകളുടെ ഭാഗമാണ് ഹദീസ് നിഷേധം എന്നത്. ഇസ്ലാമിനെ സ്നേഹിക്കുകയും ഹദീസിനെ വെറുക്കുകയും ചെയ്യുക, ഇസ്ലാമിനെ സ്നേഹിക്കുക, ഖുർആനിനെ ഇഷ്ടപ്പെടുക, എന്നാൽ ഹദീസിനെ വെറുക്കുക എന്നത് അസംഭവ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യക്ഷത്തിൽ ഞങ്ങൾ ഖുർആനിൻ്റെ ആളുകളാണ് എന്ന് പറയുകയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അതിൻ്റെ മുകളിൽ പലതരത്തിലുള്ള പുകപടലങ്ങൾ സൃഷ്ടിച്ച് അതിനെതിരെ വിമർശിക്കുകയും ചെയ്യുക എന്നത് ഇസ്ലാമിനെ തകർക്കാൻ വളരെ പഴയ കാലത്ത് തന്നെ മോഡേണിസ്റ്റുകൾ ആവിഷ്കരണം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്ന് പയ്യെ പയ്യെ തലപൊക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതുപോലെ ഒരു സെമിനാർ ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഹദീസിൻ്റെ പ്രാമാണികത, അതുപോലെ ഹദീസ് അതിനെ പരിഗണിക്കുന്നതിൽ നമ്മുടെ സലഫുസ്സാലിഹുകൾ കാണിച്ചിട്ടുള്ള ജാഗ്രത, ഹദീസിലെ നെല്ലും പതിരും വേർതിരിക്കുന്നതിൽ അതിൽ വന്നിട്ടുള്ള കള്ളനാണയങ്ങളെ തിരിച്ചറിയാൻ വളരെ വളരെ ശാസ്ത്രീയമായിട്ട്, ഒരുപക്ഷെ ഇന്ന് പോലും ചെയ്യാൻ കഴിയാത്തത്രയും സൂക്ഷ്മമായ പഠനത്തിന് മുൻഗാമികൾ അതിനെ വിധേയമാക്കുകയും എന്നിട്ട് ശരിയായ ഹദീസ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള പ്രവാചകൻ്റെ വാക്കുകൾ, പ്രവാചകൻ്റെ പ്രവർത്തികൾ, പ്രവാചകൻ്റെ അംഗീകാരം, അങ്ങനെ സുന്നത്തിനെ അതിൻ്റെ തെളിമയോടുകൂടി അവതരിപ്പിക്കാൻ സലഫുസ്സാലിഹുകൾക്ക് സാധ്യമായിട്ടുണ്ട്. അപ്പം നമ്മൾ ഉമ്മത്ത് മുസ്ലിമ ഹദീസിനു നേരെ കുറേ കൂടി പരിഗണിക്കണം, പഠിക്കണം, വായിക്കണം, മനസ്സിലാക്കണം. കാരണം നമുക്കറിയാം, സുന്നത്തിൻ്റെ അഭാവത്തിൽ ഇസ്ലാമിക ജീവിതം സാധ്യമേ അല്ല. ഇസ്ലാമിക ജീവിതമില്ല. ഖുർആൻ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ റസൂലിനെ ഇത്തിബാ ചെയ്യൽ, സുന്നത്തിനെ അംഗീകരിക്കൽ, ഹദീസിനെ അംഗീകരിക്കൽ അതിൻ്റെ തന്നെ ഭാഗമാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, അദ്ദേഹത്തിൻ്റെ അംഗീകാരം, പ്രവാചകൻ്റെ സുന്നത്ത്, അത് വിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണമാണ്, വ്യാഖ്യാനമാണ്. അങ്ങനെയാണ് പടച്ച തമ്പുരാൻ ഖുർആൻ തന്നെ, അല്ലാഹു തന്നെ വിശദീകരിച്ചിട്ടുള്ളത്. വഅൻസൽനാ ഇലൈക സിക്റ ലിതുബയ്യിന ലിന്നാസ് മാ നുസില ഇലൈഹിം. താങ്കൾക്ക് നാം സിക്റിനെ അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. ഈ ഉത്ബോധനത്തെ, ഖുർആനിനെ താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു, ജനങ്ങൾക്ക് അതിനെ വിശദീകരിച്ചു കൊടുക്കാൻ. പ്രവാചകൻ്റെ വിശദീകരണമാണ്
പ്രവാചകൻ ഖുർആനിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വ്യാഖ്യാതാവാണ്, മുഫസ്സിറാണ്. അതിനെ പ്രായോഗികമായി നടപ്പിലാക്കിയിട്ടുള്ള, അതിന് നേതൃത്വം നൽകാൻ വേണ്ടി റബ്ബ് തന്നെ നിയോഗിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. പ്രവാചകൻ്റെ ഡ്യൂട്ടി എന്നത് ഈ സന്ദേശം ഇവിടെ എത്തിക്കുക എന്നത് മാത്രമല്ല, മറിച്ച് അതിനെ പ്രായോഗികമായിട്ട് നടപ്പിലാക്കി കാണിച്ചു തരിക എന്നതാണ്. അപ്പം സുന്നത്തിൻ്റെ ഏറ്റവും വലിയൊരു വശമാണ്, ഭാഗമാണത്. അള്ളാഹുവിനെ സ്നേഹിക്കുക, റസൂലിനെ സ്നേഹിക്കുക, അത് ഇസ്ലാമിക ജീവിതത്തിൽ ഈമാനിൻ്റെ തന്നെ ഭാഗമാണ്. അതില്ലെങ്കിൽ ഒരാൾ മുഅ്മിനായി തീരുകയില്ല. അള്ളാഹുവിനെ സ്നേഹിക്കാത്തവർ, റസൂലിനെ സ്നേഹിക്കാത്തവർ, അവർ മുഅ്മിനായി തീരുകയില്ല. അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, റസൂലിനെ സ്നേഹിക്കുന്നില്ല, അങ്ങനെ ഒരു ഇസ്ലാമില്ല. കുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ ഇത്തിബാ ചെയ്യണം. റസൂലിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് റസൂലിനെ പിന്തുടരലാണ്, സുന്നത്തിനെ സ്വീകരിക്കലാണ്, സുന്നത്തിനെ നടപ്പിലാക്കലാണ്. അതിൻ്റെ അഭാവത്തിൽ ഇസ്ലാമിക ജീവിതമില്ല. കുൽ അതീഉല്ലാഹ വറസൂൽ ഫഇൻ തവല്ലൗ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ. കുൽ അതീഉല്ലാഹ വറസൂൽ, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. ഇത് നിങ്ങൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, അത് കുഫറാണ്. നിശ്ചയമായിട്ടും അള്ളാഹു കാഫിറുകളെ, സത്യനിഷേധികളെ ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്ക് എല്ലാ തലത്തിലും മാതൃകയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അള്ളാഹുവിൻ്റെ പ്രീതി, പരലോകത്ത് വിജയം ആഗ്രഹിക്കുന്നവർക്ക്. വമൻ യതവല്ല, അതാരെങ്കിലും സ്വീകരിക്കുന്നില്ല എങ്കിൽ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ. അള്ളാഹുവിനെ ധാരാളമായിട്ട് അനുസ്മരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ നല്ല മാതൃകയുണ്ട്, ഉത്കൃഷ്ടവും ഉത്തമവുമായ മാതൃകയുണ്ട്. പ്രവാചകൻ നിങ്ങളോട് കൽപ്പിക്കുന്നത്, പ്രവാചകൻ നിങ്ങളോട് വിരോധിക്കുന്നത്, പ്രവാചകൻ്റെ ശാസന, വിരോധം, അതൊക്കെ ദീനാണ്, ഖുർആനിനോട് തന്നെ ചേർന്നു നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് പ്രമാണങ്ങളിൽ നമ്പർ 1 ഖുർആൻ. അത് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ എണ്ണുമ്പോൾ അതിൻ്റെ ഉസൂലുൽ ഫിഖ്ഹിലൊക്കെ അത് വളരെ അടിസ്ഥാനപരമായിട്ട് പഠിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക, ഖുർആനിനെ പിൻപറ്റുക, റസൂലിനെ സ്നേഹിക്കുക, റസൂലിനെ ഇത്തിബാ ചെയ്യുക, പിൻപറ്റുക എന്നത് ഇസ്ലാമിക ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. വമാ ആതാകുമുർ റസൂൽ ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്ക് എന്താണോ നൽകുന്നത് അത് നിങ്ങൾ സ്വീകരിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങളോട് എന്താണോ വിലക്കുന്നത് അതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണം. റസൂലിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാസനകൾ, വിധിവിലക്കുകൾ, അതിന് അധികാരമുണ്ട്. യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ വയുഹില്ലു ലഹുമുത് തയ്യിബാത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്. ആ പ്രവാചകൻ നിങ്ങളോട് നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു, നല്ലത് നിങ്ങൾക്ക് അനുവദിച്ചു തരുന്നു, മ്ലേച്ഛമായത് നിങ്ങൾക്ക് വിലക്കുന്നു. അതിനുള്ള അധികാരം പ്രവാചകനുണ്ട്. ഖുർആനാണ് പറയുന്നത്, ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ലിതഹ്കുമ ബൈനന്നാസ് ബിമാ അറാകല്ലാഹ്. വളരെ സത്യമായിട്ട് അള്ളാഹുവാണ് താങ്കൾക്ക് വേദം അവതരിപ്പിച്ചു തന്നത്, ജനങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ, വിധി കൽപ്പിക്കാൻ. റസൂലിൻ്റെ വിധി ഇസ്ലാമിൻ്റെ വിധിയാണ്. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമുക ഫീമാ സജറ ബൈനഹും സുമ്മ ലാ യജിദു ഫി അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമു തസ്ലീമാ. അള്ളാഹുവാണ് നിന്റെ നാഥനാണ് സത്യം, അവരാരും മുഅ്മിനുകളാവുകയില്ല. അവർക്കിടയിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ താങ്കളെ വിധികർത്താവായിട്ട് അവർ സ്വീകരിക്കുന്നത് വരെ നല്ല മനസ്സോടുകൂടി, തുറന്ന മനസ്സോടുകൂടി. ഇപ്പം പറഞ്ഞു വരുന്നത്, സുന്നത്തിനെ നമ്മൾ കാണുന്നത്
ഇസ്ലാം പഠിപ്പിക്കുന്നത് അതിൻ്റെ ഗൗരവത്തിൽ അതിനെ ഉൾക്കൊള്ളുവാൻ, മനസ്സിലാക്കുവാൻ, പഠിക്കാൻ, ഇത്തിബാ ചെയ്യാൻ സമൂഹം മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. അതിന് നേരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തൽപര കക്ഷികളുടെ, ഇസ്ലാം വിരുദ്ധ കക്ഷികളുടെ, യുക്തിവാദികളുടെ, മതനിഷേധികളുടെ, ലിബറലുകളുടെ അവരുടെയൊക്കെ ആരോപണങ്ങളെ, പഴയകാലത്തുള്ള ആരോപണങ്ങളുടെ സർവണങ്ങളാണ് വരുന്നത്. പുതുതായിട്ടൊന്നും പറയല്ല. പഴയ ആരോപണങ്ങൾ പുതിയ കുപ്പിയിൽ അവതരിപ്പിക്കുകയാണ്. അതിനെ ധീരമായിട്ട് അഭിമുഖീകരിക്കാനും നേരിടാനും നമുക്ക് സാധ്യമായി തീരേണ്ടതുണ്ട്. അത് കാലഘട്ടത്തിൽ നമ്മൾ നിർവഹിക്കേണ്ടുന്ന സുപ്രധാനമായ ഒരു ദൗത്യമാണ്. ആ ദൗത്യ നിർവഹണത്തിൽ അതിൽ പങ്കാളിയാവുകയാണ് ഈ സെമിനാറിലൂടെ. അതുപോലെ സമൂഹത്തെ ബോധവൽക്കരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വേണ്ടത് വ്യാപകമായ തോതിൽ സുന്നത്തു പഠനം പ്രോത്സാഹിപ്പിക്കപ്പെടണം, ഹദീസു പഠനം പ്രോത്സാഹിപ്പിക്കപ്പെടണം. സമൂഹത്തിൽ, സമുദായത്തിൽ വളരെ വിശാലമായ അർത്ഥത്തിലുള്ള ചർച്ചകൾ നടക്കണം. അതിനൊക്കെ കരുത്തു നൽകുന്ന, പ്രചോദനമായി തീരുന്ന ഒന്നാകട്ടെ ഈ സെമിനാർ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും റബ്ബിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുകയാണ്. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.